സൂപ്പർ സൂപ്പർ പടങ്ങനെ ഉണ്ടായി പടം ഓഡിയൻസിന്റെ കൂടെ എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ്. ഞങ്ങൾ പ്രോമിസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ഫാമിലി ഡ്രാമയാണ്, ഇമോഷണലി നിങ്ങളെ ടച്ച് ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100% നിങ്ങളെ ടച്ച് ചെയ്യുന്നുള്ള പ്രോമിസ് വീണ്ടും പറയുകയാണ്. കാണൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഒരു ഫാമിലി പൊളിറ്റിക്കൽ മൂവിയാണെന്നുള്ള ആ ടൈറ്റിൽ കറക്റ്റാണ്. നിങ്ങൾ പോയി കാണും, എന്താണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ഒരു ത്രൂ ക്യാരക്ടർ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഇപ്പോൾ ഇത്ര വലിയ കാസ്റ്റ്, ലെജൻസ് ഉൾപ്പെടെ ഉള്ള ഒരുപാട് ആളുകൾ. ഓഫ് കോഴ്സ് അത് ഇതിലൊരു ഫാമിലി സൈഡാണ് ഞാൻ അഭിനയിക്കുന്നത്. റാണി എന്നുള്ള ക്യാരക്ടറാണ്. ത്രൂ ഔട്ട് ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവുക, തുടക്കം തൊട്ട് എൻഡിങ് വരെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്കോട് ഞാൻ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവുന്നത് ഫസ്റ്റ് ടൈമാണ്. സോ ഞാനിപ്പോൾ അത് എൻജോയ് ചെയ്യുന്നു. അതിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ഇനി കാണാനുള്ള പ്രേക്ഷകരുണ്ട്, എല്ലാവരും കാണും. കാരണം എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത് ഇത്രയും രസകരമായ, ഇത്രയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഫാമിലി ഡ്രാമ വന്നിട്ടുണ്ടെന്നുള്ളത്. ഇത് തിയേറ്റർ വാച്ചാണ്, മസ്റ്റായിട്ടും കാണണം. കാണും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. പടങ്ങനെ ഉണ്ടായി ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എന്തായാലും തിയേറ്ററിലാണെങ്കിൽ കാണും. അശോകേട്ടാ, എങ്ങനെയാണ് നീ എക്സ്പീരിയൻസ് ഇപ്പോൾ പ്രേക്ഷകരുടെ കണ്ടപ്പോൾ? ഇത്രയും ഗ്രേവ് ഷെയ്ഡ് ചെയ്യുന്ന ആദ്യമായിട്ടാണല്ലേ ഇങ്ങനത്തെ ഒരു ഗ്രേവ്, ഭയങ്കര ഷെയ്ഡുള്ള ക്യാരക്ടർ. ഇത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഒരു കഴുകനെ പോലുള്ള ഒരു ക്യാരക്ടർ, ഒരു കഴുകനുമായിട്ട് സിമിലാരിറ്റി ഉള്ളൊരു ക്യാരക്ടറാന്ന് പറയുന്നുണ്ടായിരുന്നു കണ്ട സമയത്തൊക്കെ ആയാലും. അതെ അശോകേട്ടാ, അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം എന്താ പറയുക, ഈ ഒരു പ്രൂവ് സാർ നല്ല സിനിമ, പൊളിറ്റിക്കൽ റിലേറ്റഡ് ആണ്. പക്ഷെ നമ്മുടെ സംഭവിച്ച സംഭവത്തിന് അതിൻ്റെ ഒരു സ്റ്റോറി തന്നെയാണ്. മാധ്യമങ്ങളും എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചിട്ടുള്ള സിനിമ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സഹപതി എല്ലാം പിന്നെ കരീസ് അശോകൻ ചേട്ടൻ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം, നല്ല മൂവി, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പോവാനോ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പടം. ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലാണോ പടം? പൊളിറ്റിക്കൽ ത്രില്ലറാണ്. അതിൻ്റെ കൂടെ ഫാമിലി ഡ്രാമയുണ്ട്. എല്ലാ രീതിയിലും നമ്മൾ കംപ്ലീറ്റ് ഒരു പൊളിറ്റിക്സ് പരിപാടി മാത്രമാണെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു ഫാമിലി സ്റ്റോറി ഉണ്ട്, ഇമോഷണലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇറക്കാൻ. ഇതൊരു പ്രൊപ്പഗണ്ട മൂവിയാണെന്നൊക്കെ അതിനെപ്പറ്റിയൊന്നും പറയാൻ ഞാൻ ആരുമല്ല. അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കേണ്ട എന്തായാലും കണ്ടിട്ട് എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ എന്താ പറയണേ. ഒരുപാട് നടിമാർ ടോപ്പിലായിരിക്കും ബോളിയുടെ നായികയാവുന്നത്. കാരണം പ്രേമത്തിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ എന്നെ ടോപ്പ് ലെവലില്ല. നല്ല എക്സ്പീരിയൻസ് ആയോ? ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചിരി കുടിക്കുകയാണ്. ബോളി അങ്ങനെ സീരിയസ് ഒക്കെ ആയിട്ടുള്ള ആളൊന്നുമല്ലല്ലേ? ഇല്ല, നമുക്ക് തോന്നില്ല തീർച്ചയായിട്ടും നാളെ സ്റ്റാറാണെന്നുള്ളത്. ഒന്നും ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. കേട്ടെ, കണ്ടിട്ട് ആരെങ്കിലും വിളിക്കാൻ തുടങ്ങി. ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. ശരി. സ്വന്തം സ്ഥലം ഇവിടെ മലപ്പുറം കോഴിക്കോട് പരപ്പനങ്ങാടിയല്ലേ? ചെറുപ്പമുള്ളത് ആഗ്രഹിക്കുന്നില്ല. കഷ്ടപ്പെട്ടില്ല, സ്ട്രഗിൾ ചെയ്തിട്ടില്ല. അതായത് ഇങ്ങനെ ഓഡിഷനൊക്കെ പോയിട്ട് കിട്ടാണ്ട്
ഓഡിഷൻ ഇത് ഇവരിങ്ങോട്ട് വിളിച്ചതാണ്. ഞാൻ എൻ്റെതായ രീതിയിലുള്ള എന്തായാലും മലപ്പുറം മുതൽ വരുമ്പോൾ മലപ്പുറമാണോ ചേട്ടാ? നമുക്കധികം സിനിമ എക്സ്പോഷർ എനിക്ക് പരിചയമുള്ള ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഒരു പരിസരത്ത് പോലും ഇല്ല മീഡിയ. ദൈവം പിടിച്ച് നമ്മുടെ കയ്യിലോട്ട് വരുന്ന പറയും.